ആരാണോ നോക്കി. കൊള്ളാം, ആള് വേരിനാണല്ലോ. സത്യശീല് സത്യശീല് സത്യശീല്. അച്ഛന് നാക്ക് വളച്ചാൽ അവന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. സത്യശീലിന്റെ കാര്യം പറയുമ്പോ മോൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? കേട്ട് കേട്ട് മടുത്തു. ഓഹോ, ഈ കള്ളന് കയറി സത്യശീലൻ ആര് പേരിട്ട്? ആ, എല്ലാ കള്ളന്മാരെയും പോലെ അല്ല അവൻ. ഒരു പക്ഷേ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നാൽ ആ ചെറുപ്പക്കാരനെ തിരുത്തിയെടുക്കാൻ കഴിഞ്ഞേക്കും. അച്ഛൻ വെറുതെ സ്വപ്നം കാണുക. മോഷണം പാരമ്പര്യ രോഗമാണ്. അത് പിടിപെട്ടാൽ പിന്നെ മരണം വരെ വിട്ടൊഴിയില്ല. മോളുടെ വിശ്വാസം ശരിയല്ല. ഏത് രോഗത്തിനും ചികിത്സയുണ്ട്. സത്യശീലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നീ അവനെ കണ്ടിട്ടില്ലല്ലോ? അയ്യോ, എനിക്ക് കാണുകയേ വേണ്ട. ഐ ഹേറ്റ് ഹിം. ഓ, ഐ സീ. സത്യശീല പുരാണമായിരിക്കും. ഇനിയെങ്കിലും ബോറടി നിർത്തച്ച. ഓ, അനിയത്തിയുടെ സഹായത്തിന് ആളുവെത്തി നിർത്തിയിരിക്കുന്നു. എടാ, പോയി അച്ഛൻ ലുങ്കി എടുത്തുണ്ടോ? ഉത്തരവ്. മോള് പോയി അച്ഛൻ ചായ ഉണ്ടാക്കി. കോളേജിൽ വെച്ചൊരു അബദ്ധം പറ്റി. എന്ത് പറ്റി? പ്രൊഫസർ എന്തോ ചോദിച്ചു. ഞാൻ നിന്റെ ഓർമ്മയില്ലായിരുന്നു. നിന്റെ പേര് വിളിച്ചു പറഞ്ഞു. അയ്യോ, കുട്ടിയെ തിരിച്ചില്ലേ? ചിരിച്ചു. ഞാൻ ബ്ലീച്ചായി. നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. പ്ലീസ് ഹെൽപ്പ് മീ. എന്താ, എന്ത് പറ്റി? എനിക്ക് പരിചയമുള്ള സ്ഥലമല്ല, ഭയം തോന്നുന്നു. പ്ലീസ് എന്നെ ഒന്ന് വീട്ടിലെത്തിക്കൂ. ഓ, കയറൂ. ലെഫ്റ്റ്. റൈറ്റ് റൈറ്റ്. എന്താണ് മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്തട്ടോ? ക്ഷമിക്കണം മുതലാളി, ഞാനെല്ലാം ചിന്തിച്ചിട്ടാണ് ഈ തീരുമാനമെടുത്തത്. ദേവി ഇത് ഈ തൊഴിൽ തന്നെ വിട്ടയക്കണം. സാധ്യമല്ല. രാജിവെച്ചൊഴിയാവുന്ന ഒരു ജോലിയല്ല കള്ളക്കടത്ത്. അത് ജീവൻ മരണ പോരാട്ടമാണ്. രഹസ്യങ്ങളുടെ കൂമ്പാരമാണ്. നിങ്ങളെപ്പോലെ ഒരാൾ എല്ലാം വിട്ടൊഴിച്ച് പോവുകയെന്ന് വെച്ചാൽ, മിസ്റ്റർ പ്രസാദ്, നിങ്ങൾക്ക് ഞാൻ ശമ്പളം കൂട്ടിത്തരും. തീരുമാനം പഴയ തന്നെയാണെങ്കിൽ എന്റെ നിലനിൽപ്പിന് വേണ്ടി എനിക്ക് പലതും ചെയ്യേണ്ടി വരും. എനിക്ക് ജീവനിൽ പേടിയില്ല മുതലാളി. പക്ഷെ ഞാൻ ഏകനല്ല, എനിക്കൊരു കുടുംബമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആലോചിച്ച് തീരുമാനിക്കാൻ. ആരെ വാ. ഒരൽപ്പം കുടിച്ചിരിക്കണം. അങ്ങനെ നിന്റെ ഈ ചിരി എനിക്കൊരു 1 lakhന്റെ ബിസിനസ്സാണ്. ലൈക്ക് ദിസ്. ഇത് നമ്മുടെ ബിസ്ക്കറ്റിന്റെ പബ്ലിസിറ്റിക്കാണ്. ബ്യൂട്ടിഫുൾ. അങ്ങനെയല്ല, ഇങ്ങനെ. ബ്യൂട്ടിഫുൾ.
ഇണങ്ങാവുന്ന തൊഴിലല്ലല്ലോ നീ ചെയ്യുന്നത്. നിനക്ക് മോഡൽ ഉദ്യോഗം അവന്റെ വീട്ടിലേ കിട്ടിയുള്ളൂ. വ്യഭിചാരവും ബലാത്സംഗവുമാണ് അവന്റെ ഹോബി. ഇത്തരം വൃത്തികെട്ട കൂട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മദ്യപിക്കുന്നില്ലേ? അത് എന്റെ ഗതികേടാണ് എന്നെ അതിന് പ്രേരിപ്പിക്കുന്നത്. പക്ഷെ നീ എന്നെയും മനസ്സിലാക്കൂ. 4 അനിയത്തിമാരാണ് എനിക്കുള്ളത്. രോഗിയായ ഒരമ്മയും. ഈ സൗന്ദര്യം മാത്രമാണ് ഈശ്വരൻ തന്നത്. ഈ ജോലി ഉപേക്ഷിച്ചാൽ പറയൂ, ഞാനതിന് തയ്യാറാണ്. പക്ഷേ എന്റെ കുടുംബം... നീ പറഞ്ഞതും ശരിയാ. പക്ഷേ ചെന്നായ്ക്കളുടെ മുന്നിൽ... പ്രസാദ് വിഷമിക്കേണ്ട. ശരിയും തെറ്റും തിരിച്ചറിയാനും എന്നെ രക്ഷിക്കാനും എനിക്ക് കഴിയും. ഞാൻ മരിക്കുന്നതുവരെ പ്രസാദിന്റേത് മാത്രമായിരിക്കും. എല്ലാവനും ജയിലിൽ വന്നേ പിന്നെ ഒന്ന് കൊഴുത്തു. വേഗം ആട്ടാ. ആ പൊങ്ങുന്നില്ലല്ലേ? ചാരായ അടിക്കുമ്പോ ഓർക്കണം. പഠിക്കുന്നത് എന്താ ചെയ്യുന്നെന്ന്? ഉറങ്ങുക. എന്തിനാ ഉറങ്ങുന്നതെന്ന്? ഉറക്കം വന്നിട്ട് നിന്നെ ഓട്ടിക്ക് ശരി വെക്കണം. ഇയാളോട് 2 വർത്തമാനം പറയാതെ രക്ഷയില്ല. എന്തോ ഈ മിസ്റ്റർ പരമു? പരമു? പരമ ഇത് ജയിലാ. ഇവിടെ ജാതിയും മതമൊന്നുമില്ല. അപ്പൊ നീ യൂണിയനാ? എന്തോ ചെറുകിട കള്ളന്മാർ യൂണിയൻ. ഞാനാ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അതാ നീ ജോലി ചെയ്യാത്തത്. ഒറ്റ തൊഴിലാളി നേതാക്കളും ജോലി ചെയ്യത്തില്ല, ചെയ്യിപ്പിക്കത്തുമില്ല. ഇതൊരാൾക്കേരള പ്രശ്നമാണ്. നമ്മുടെ ജയിലുകളിൽ അഴിമതി നടക്കുന്നു. ഗോതമ്പുണ്ട ചെറുതാകുന്നു. പുഴുക്കിന് പകരം പുഴു കിട്ടുന്നു. നമുക്ക് ലഭിക്കുന്ന മരുന്നുകൾ പിൻവാതിലിൽ വഴി പുറത്തേക്ക് പോകുന്നു. ജയിലിൽ വാർഡന്മാർ വിൽക്കുന്ന ബീഡിക്ക് അമിതമായ വില ഈടാക്കുന്നു. ഇതിനെതിരായി ജെക്കായു യൂണിയൻ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുന്നു. നീയൊക്കെ പ്രഖ്യാപിക്കേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ചെറുകിട കള്ളന്മാർക്ക് ഒരു മന്ത്രിയോ MP യോ MLA യോ ഇല്ല. അപ്പൊ ഇപ്പൊ ഉള്ളതോ അതൊക്കെ വൻകിടക്കാരാ. അതുകൊണ്ട് ഞങ്ങൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കും. ഞാൻ വകുപ്പ് മന്ത്രിയാകുകയും ചെയ്യും. സാറ് എന്നെ ഒന്ന് ഗമനിച്ചോണം. ഞാനും ഗമനിച്ചോളാം. പത്മിനി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് എന്റെ ഈ വലിയ സ്ഥാപനത്തിലെ ഒരു ചെറിയ ശമ്പളക്കാരിയായിരിക്കുന്നവളല്ല നീ. ഐ മീൻ, ഈ കണ്ട സ്വത്തുക്കളുടെ എല്ലാം ഉടമസ്ഥയായി തീരും നീ ഒന്ന് മനസ്സ് വെച്ചാൽ. ഞാൻ പാവപ്പെട്ടവളാണ്, അർഹതയില്ലാത്ത ആഗ്രഹിക്കുന്നത്. ആര് പറഞ്ഞ അർഹതയില്ലെന്ന്? അളവില്ലാത്ത സ്വത്തിന്റെ ഏക അവകാശിയാണ് ഞാൻ. എന്റെ ഭാര്യയാകുന്നവൾക്കാണ് അതിനുള്ള അർഹത. സോറി മിസ്റ്റർ പ്രദീപ്, ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല. ആഹാ, എന്നാൽ എനിക്കൊരു സ്വഭാവമുണ്ട്. ഇഷ്ടപ്പെടുന്നത് എന്തും ഞാൻ സ്വന്തമാക്കും. എന്നെ വിടൂ. എന്നെ വിട്. എന്നെ വിടൂ. എല്ലാം വലിയ വലിയ തറവാട്ടിലെ കുട്ടികളാ. പ്രദീപ്, ഈ ഫോട്ടോയിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് തിരഞ്ഞെടുക്കും. ഇത് നിനക്ക് വിവാഹത്തിന് പറ്റിയ കുട്ടിയാണ് തിരയേണ്ടത്. ഡാഡി, ഇപ്പൊ തന്നെ വേണം. ഞാൻ പറയുന്നത് ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. പറയുന്നത് അനുസരിച്ചാ മതി. മോനെ, അമ്മ മരിച്ചതിന് ശേഷം ഒരു ദുഃഖവും അറിയിക്കാതെ നിന്നെ ഞാൻ വളർത്തി. കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം നിനക്ക് ഞാൻ ഉണ്ടാക്കി തന്നു. ഇന്ന് നിനക്ക് വേണ്ടത് ഒരു കുടുംബമാണ്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിനൊക്കെ ചില നേരവും കാലവും ഉണ്ട്. അപ്പപ്പോൾ വേണ്ടത് അപ്പപ്പോൾ ചെയ്തില്ലെങ്കിൽ
ഭവിഷ്യത്തുകൾ വലുതാകും. ഒരു പിതാവിന്റെ ഉത്തരവാദിത്തം മറക്കാൻ ഞാൻ തയ്യാറല്ല. നിന്റെ വിവാഹം ഉടൻ നടക്കണം. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് നിങ്ങൾ? അത് കൊള്ളാം. എന്നെ അറിയാത്ത പെൺകുട്ടികൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. ഓ, ഒരു മന്മഥൻ. എന്താ സംശയം? Come on. Bastard. ഡാഡി, ഈ പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ. നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് അവരെ അറിയിക്കും. ശരി. രാധേ, മോളെ രാധേ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? അവര് വരാറായി. അച്ഛാ, എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛാ. കല്യാണം ഇപ്പോഴല്ല, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെങ്കിലേ ഉള്ളൂ. നീ പോടാ. എന്നെ അവൾക്ക് എന്താണ് കുറവ്? അവര് വന്നു. നീ അങ്ങോട്ട് ചെല്ലേ. മോള് പോയി ചെല്ല്. ഗുഡ് മോർണിംഗ്. കം, പ്ലീസ് ടേക്ക് എ സീറ്റ്. അച്ഛാ, മനസ്സിലായില്ല. ഞാൻ ശ്രീദേവിയുടെ സഹോദരനാണ്. ഏത് ശ്രീദേവി? നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവൾ. എന്റെ കുഞ്ഞിന്റെ അമ്മയോ? നീയാണോ എന്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുന്നത്? അങ്ങനെയും ഒരു നല്ല പാരമ്പര്യം നിനക്കുണ്ടോ? നീ ഓർക്കുന്നുണ്ടോ എന്നെ? വർഷങ്ങൾക്ക് മുൻപ് എന്റെ സഹോദരിക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി നിന്റെ കാല് പിടിച്ച എന്നെ അന്ന് ഒരു പട്ടിയെ പോലെ നീ എന്നെ ആട്ടിയിറക്കി. ജീവനെ പോലെ നിന്നെ സ്നേഹിച്ച എന്റെ പെങ്ങളെ നീ ചവച്ചു തുപ്പി. ദൈവത്തെ പോലെ നിന്നെ വിശ്വസിച്ച അവളെ നീ ചതിച്ച് മാനം കെടുത്തി. ഇന്ന് മോനെയും കെട്ടിയിറക്കിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു പെണ്ണ് ചോദിക്കാൻ. നിങ്ങൾ എന്നെ അവമാനിക്കാണോ? അവമാനിക്കാനോ? അതിന് നിനക്ക് മാനം ഉണ്ടായിട്ട് വേണ്ടേ? ഡാഡി, എന്താ ഇയാൾ പറയുന്നത്? നിനക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട്. അതിന്റെ അവകാശിയായി നിന്റെ മോന്റെ കൂടെ അയക്കാൻ എന്റെ വീട്ടിൽ പെണ്ണില്ല. നീ ഒരു മൂർഖനെയാണ് ചവിട്ടി ഓടിച്ചെന്ന് ഓർത്തോളൂ. അറിയാം, വാലറ്റം വരെ വിഷമുള്ള മൂർഖനെ. വാമോളെ. വന്ന ആലോചന വേണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ചോദിക്കുക വല്ലൂരും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന്. കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയണം. വീരശൂര പരാക്രമയും സുന്ദരനും സുകുമാര കളയവരനുമായ ഈ എന്തായാലും പറയാം, ഈ സത്യത്തിന്റെ അവതാരമൂർത്തിയായ സാക്ഷാൽ മോഹനനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് വെച്ചാലൊക്കെ സംഗതി വേഗം നടക്കട്ടെ. ആഹാ, സാഹിത്യം പറയുമോ? പറയുമോ ഒന്ന് കേൾക്കണോ? പ്രേമത്തിന് മോക്ഷം ലഭിക്കുമ്പോൾ, സ്വപ്നത്തിന് ചിറകുകൾ വിരിയുമ്പോൾ കവിത വരാത്ത കാമുകൻ വെറും കശ്മലനാണ് രാത്രി. ഇപ്പൊ ചിറക് വന്നോ? 1000 ചിറകുകൾ. അനന്തതയുടെ ആഴങ്ങളിൽ നമുക്ക് പറന്നു ചേരാം. ഭൂമി ഒരുക്കിയ പൂപ്പാലികയിൽ നമുക്ക് പുണർന്നു ചേരാം. ഈ സുന്ദര മുഹൂർത്തത്തിന്റെ സ്മരണയ്ക്കായി ഞാൻ ഈ മോതിരം നിന്റെ വിരലിൽ അണിയിക്കുകയാണ്. കാണിച്ചാട്ടെ. ഹൗ ബ്യൂട്ടിഫുൾ. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ മോതിരം നിന്റെ കയ്യിൽ എന്ന് കാണാതാകുന്നു അന്നത്തോടെ നമ്മുടെ പ്രേമം തീർന്നു. ഓർമ്മിച്ചു? ഇല്ലേട്ടാ, എന്റെ മരണം വരെ ഞാൻ ഇത് സൂക്ഷിക്കും. എന്നാ ഇത്തിരി നേരം കെട്ടിപ്പിടിച്ചോ. വാ.